തീർച്ചയായിട്ടും ഇതിൽ ആർത്തിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഉദ്യോഗസ്ഥരുടേത് ഒന്നും, മറ്റൊന്ന് അനർഹരായിട്ടുള്ളവർ കടന്നുകൂടി ഉദ്യോഗസ്ഥരല്ലാത്തവർ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നത് രണ്ടും എന്നിങ്ങനെ രണ്ട് തരത്തിൽ കാണണം എന്നാണ് എൻ്റെ പക്ഷം. അതിൽ ആദ്യത്തെ പക്ഷം നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. 1458 പേർ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നവരാണ്. അതിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരടക്കം, ഹയർ സെക്കൻഡറി അധ്യാപകരടക്കം, വിവിധ വകുപ്പുകളിൽ പെട്ടിരിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് മുതൽ മുകളിലോട്ടുള്ള ആളുകൾ വരെ ഇങ്ങനെ അനർഹമായിട്ട് പണം കൈപ്പറ്റുന്നു. അവർ രണ്ട് രീതിയിലാണ് പണം കൈപ്പറ്റുന്നത്. ഒന്നുകിൽ അവർ 18 വയസ്സ് കഴിയുമ്പോൾ വിധവകളാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ 20-22 വയസ്സിലൊക്കെ വിധവകളാക്കപ്പെടുകയും പിന്നീട് 40-50 വയസ്സിൽ സർക്കാർ ജോലി കിട്ടുകയും ചെയ്യുമ്പോൾ അതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിധവാ പെൻഷൻ നിരാകരിക്കാതെ അത് വന്നോട്ടെ എന്ന് കണക്കിലെടുക്കുന്നവർ. രണ്ടാമത്തത് അംഗപരിമിതരായിട്ടുള്ള ആളുകൾ പിന്നീട് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അംഗപരിമിതർക്കുള്ള പെൻഷൻ ലഭിക്കുന്നവർ. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. ആര് പുലർത്തേണ്ടിയിരുന്നു? മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സർവീസ് റൂൾസിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു സർക്കാർ സേവനം വാങ്ങുന്ന അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങുന്ന ആളാണെങ്കിൽ ആ വേതനം വാങ്ങുന്നതിനോടൊപ്പം മറ്റൊരു വേതനവും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല. അങ്ങനെ വാങ്ങിയാൽ അത് സർവീസ് ചട്ടത്തിൻ്റെ ലംഘനമാകും. അത് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച സർവീസ് ചട്ടം അവർ സ്വാഭാവികമായും അതിന് നടപടി നേരിടേണ്ടി വരികയും ചെയ്യും. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഗൗരവമാർന്നൊരു വിഷയം, ഇത് സർക്കാരിൻ്റെ സതുദ്ദേശപരമായ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അഭയമായ ആശ്രയമായ ഒരു താങ്ങായി വന്നിരിക്കുന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ തങ്ങൾ ഈ വാങ്ങുന്ന 1200 രൂപ സഹായിക്കുന്നു എന്ന തിരിച്ചറിവ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. ഇതിനകത്തൊരു ധാർമ്മിക പ്രശ്നം കൂടിയുണ്ട് എന്നതാണ് എൻ്റെ കണക്കുകൂട്ടൽ. കേവലം നിയമപ്രശ്നത്തിനുമപ്പുറം ആ ധാർമ്മിക പ്രശ്നം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇവരുടെ പേര് പുറത്തു വന്ന് സമൂഹത്തിൽ ഇവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി വലിയ ഭ്രഷ്ട് കൽപ്പിച്ച് ഇവർ ADM നവീൻ ബാബു ചെയ്തതുപോലെ ഏതെങ്കിലും മാനസികമായ പീഡനം ഏറ്റുവാങ്ങി ആത്മഹത്യ ചെയ്യണം എന്നുള്ളതല്ല, അത് മാതൃകാപരമായിരിക്കണം എന്നുള്ളതാണ്. അവർക്ക് കൊടുക്കുന്ന സർവീസ് ചട്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ശിക്ഷാ നടപടി മാതൃകാപരമായിരിക്കണം എന്നുള്ളതാണ്. ഇതൊരു സിസ്റ്റത്തെയാണ് അവർ ലൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്, അവരുടെ ആർത്തി മൂലം എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ പിഴ പലിശ അടക്കം അത് തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള അച്ചടക്ക നടപടിക്ക് അവരെ വിധേയരാക്കും. അവരുടെ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന വർഷങ്ങളിൽ തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യതയുണ്ടാവും. സർവീസ് ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലേക്ക് അവർ വരുന്നതിന് അവർ ഈ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തടസ്സമായി മാറണം. അതൊക്കെ സർവീസ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന രണ്ടാമത്തെ കൂട്ടരാണ് BMW കാറുള്ളവർ, സർവീസ് പെൻഷൻ വാങ്ങുന്ന പങ്കാളികളുള്ളവർ. ഈ പെൻഷൻ കൈപ്പറ്റുന്നത് എങ്ങനെയാണ്? നോക്കൂ, ക്ഷേമ പെൻഷൻ കൈപ്പറ്റണമെങ്കിൽ 3 തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ വേണം. അതിലൊന്ന്, ഇവർ അർഹരാണോ എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ പോയി തന്നെ നേരിട്ടത് പരിശോധിക്കണം. 2, ഇവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധിക്കേണ്ടത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. 3ാമത്തത്, ഇവർക്ക് പണം വിതരണം ചെയ്യുന്നത് ധനവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഉദ്യോഗസ്ഥരിലും ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ധനവകുപ്പിൻ്റെ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നത് ഈ 3 ഉദ്യോഗസ്ഥർക്കെതിരെ ആയിരിക്കും. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ, പഞ്ചായത്ത് തലത്തിലോ മുനിസിപ്പാലിറ്റി തലത്തിലോ ഒരു വീഴ്ചയുണ്ട്. റവന്യൂ വിഭാഗം ഈ മസ്റ്ററിങ്ങിനോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിൽ വീഴ്ച വന്നിട്ടുണ്ട്. അങ്ങനെ വീഴ്ച വന്നിട്ടില്ലെങ്കിൽ സർവീസ് പെൻഷനുള്ള ഒരു പങ്കാളിക്ക് ഒരിക്കലും ക്ഷേമ പെൻഷൻ കിട്ടില്ല. കാരണം മസ്റ്ററിങ്ങിനോടൊപ്പം 2023 മാർച്ച് മാസത്തിൽ വരുമാന സർട്ടിഫിക്കറ്റും റവന്യൂ വകുപ്പ് കൊടുക്കണം. ആ റവന്യൂ വകുപ്പ് അത് പരിശോധിച്ചിട്ടുണ്ടോ? ആ റവന്യൂ വകുപ്പ് പരിശോധിക്കാതെ കൈക്കൂലി വാങ്ങി പണം ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? മറ്റു താല്പര്യങ്ങളുടെ പുറത്ത് വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇനി വിജിലൻസിൻ്റെ അന്വേഷണത്തിലാണ് പുറത്തു വരേണ്ടത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാവും. അതിനുശേഷമാണ് ധനവകുപ്പ് ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് വേണ്ടത്ര റെക്കോർഡുകൾ പരിശോധിക്കാതെ കൊടുത്തിട്ടുണ്ടോ. ഈ 3 ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഈ വിജിലൻസിൻ്റെ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ, അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ട്. ഇനി മറ്റൊരു വീഴ്ചയുള്ളത് നോക്കൂ, ഈ മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും സാധാരണ ഈ വോട്ട് കിട്ടാൻ വേണ്ടി പെൻഷൻ വാങ്ങിക്കൊടുക്കാമെന്ന വാഗ്ദാനങ്ങൾ നൽകും. അങ്ങനെ അനർഹരായിട്ടുള്ളവരെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഏതെങ്കിലും വാർഡുകളിൽ തിരികെ കയറ്റിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്നാണ്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. 2022 നേരത്തെ സൂചിപ്പിച്ച CAG റിപ്പോർട്ടിൽ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലേക്ക് വേണ്ടി മാത്രം 3 വർഷത്തിനിടയിൽ മാത്രം 40 കോടി രൂപയുടെ 39.97 കോടി രൂപയുടെ നഷ്ടം ഈ സർക്കാരിന് അനർഹർ പെൻഷൻ വാങ്ങുന്നത് മൂലമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഒരു അന്വേഷണവും 2022 ഒക്ടോബർ വരെ നടന്നിട്ടില്ല. അതിനുശേഷമാണിപ്പോൾ ഈ ധനകാര്യ വകുപ്പിൻ്റെ ഒരു ക്രോസ് മാച്ചിങ് വരുന്നതും ഒരു പരിശോധനാ വിഭാഗം പരിശോധന നടത്തുന്നതും. ഇത് നേരത്തെ തന്നെ നടത്തേണ്ടിയിരുന്നു. ആ നേരത്തെ തന്നെ നടത്തി
ഇരുന്നുവെങ്കിൽ ഈ 2 കോടി രൂപ 3 കോടി രൂപയൊക്കെയാണ് ഒരു വർഷം ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രം ഈ അനർഹമായിട്ട് ക്ഷേമ പെൻഷന് വേണ്ടി സർക്കാർ ചിലവാക്കിയത്. മറ്റുള്ളവരുടെ കണക്ക് കൂടി എടുത്താൽ അതൊരു 40 കോടി 3 വർഷം വരുമെങ്കിൽ നോക്കൂ, 2010 അന്ന് 2010 മുതലുള്ള ക്രമക്കേടുകൾ പരിശോധിക്കണം എന്നതാണ് പറഞ്ഞിരുന്നത്. അതൊന്നും പരിശോധിച്ചിരുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 600 രൂപ വീതം പെൻഷൻ വ്യത്യസ്ത കാറ്റഗറിയിലുള്ളവർ, ഇരട്ട പെൻഷൻ വാങ്ങിയവർ, 3 പെൻഷൻ വാങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ UDFിൻ്റെ പ്രചരണ സമയത്ത് ഒരു വലിയ ആവേശമായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു, വിധവാ പെൻഷൻ കിട്ടിയവർ വാർദ്ധക്യകാല പെൻഷൻ കൂടി വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. അത് ചട്ടപ്രകാരം തെറ്റായിരുന്നു, അത് ഓവർലാപ്പിംഗ് ആയിരുന്നു എന്നാണ് CAGയുടെ കണ്ടെത്തൽ. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായില്ല. അത് UDF വലിയ ആവേശത്തോടു കൂടി അഭിമാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 1200 രൂപ വീതം കൈപ്പറ്റിയിരിക്കുന്നത് ഈ അനർഹരാണ്. ആ അനർഹരിൽ പലർക്കും 50 ലക്ഷത്തിലധികം രൂപയുടെ കാറുള്ളവർ, AC ഉള്ള വീടുള്ളവർ, 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വീടിൽ താമസിക്കുന്ന ആളുകൾ, പങ്കാളിക്ക് സർവീസ് പെൻഷനുള്ളവർ, അങ്ങനെ തുടങ്ങി അനർഹരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു മാസം നമുക്ക് 62 ലക്ഷം മനുഷ്യർക്ക് 1600 രൂപ വീതം പെൻഷൻ കൊടുക്കാൻ 992 കോടി രൂപയാണ് കേരള സർക്കാർ കണ്ടെത്തുന്നത്. അതിൽ നാമമാത്രമായ പങ്കാളിത്തമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാർ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആ പദ്ധതി തുരങ്കം വയ്ക്കാൻ ആരുടെയും ആർത്തി കാരണമായി തീരരുത് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ആർത്തി മൂത്തവരുടെ തട്ടിപ്പാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഇത് ആർത്തി മൂത്തവരുടെ ദുരമൂത്ത തട്ടിപ്പാണ് എന്നതാണ് എൻ്റെ പക്ഷം. Meet the editors.